ഫ്രണ്ട്സ്, നോ ഇറ്റ് യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യാം. അതാണ് മിഡിൽ ക്ലാസ് ട്രാപ്പ്. 30 വയസ്സിന് മുമ്പ് ഈ ട്രാപ്പ് എങ്ങനെ മറികടക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ വിദ്യാഭ്യാസം എന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ കഴിവുകളെ അടിസ്ഥാനമാക്കി അതിലുള്ള സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക. അത് നിങ്ങളെ ഒരു നല്ല നിലയിലെത്താൻ സഹായിക്കുമെന്ന് തീർച്ചയാണ്. അടുത്തത് ബജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്. ബജറ്റിംഗ് എന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ യാത്രയിൽ ഒരു അടിസ്ഥാന കല്ലാണ്. എല്ലാ മാസവും ഒരു ബജറ്റ് തയ്യാറാക്കുക. എവിടെയൊക്കെ പണം ചെലവാക്കുന്നു എന്ന് വിശദമായി നോക്കുക. അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക വഴി കൂടുതൽ പണം സേവ് ചെയ്യാനുള്ള മാർഗം കണ്ടെത്താം. ഇനി സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റിംഗ്. ചെറിയ തുകകളിൽ നിന്ന് തന്നെ നിക്ഷേപം ആരംഭിക്കുക. മ്യൂച്വൽ ഫണ്ടുകൾ, ഓഹരികൾ, റിട്ടയർമെന്റ് അക്കൗണ്ടുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് കോമ്പൗണ്ട് പലിശ എന്ന അത്ഭുതം ഉപയോഗിച്ച് നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുക. നിക്ഷേപങ്ങൾ നിയമിതമായി നിരീക്ഷിച്ച് വിപണി സ്ഥിതികളിൽ ഉചിതമായ മാറ്റങ്ങൾ വരുത്തുക. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് കടബാധ്യത നിയന്ത്രണമാണ്. ഉയർന്ന പലിശ നിരക്കുള്ള കടങ്ങൾ ആദ്യം അടയ്ക്കുക. കടബാധ്യതകൾ ലയിപ്പിക്കുകയോ കുറഞ്ഞ പലിശ നിരക്കിൽ കടം മാറ്റുകയോ ചെയ്ത് മാസാന്ത പലിശ ചെലവുകൾ കുറയ്ക്കാം. ജീവിതശൈലി ഇൻഫ്ലേഷൻ ഒഴിവാക്കുക. അതായത് വരുമാനം കൂടുതൽ ആകുമ്പോഴും ജീവിത ചെലവുകൾ കൂട്ടാതെ പഴയ ജീവിതശൈലി തുടരുക. ഈ രീതി നിങ്ങളുടെ സേവിങ്സ് വർദ്ധിപ്പിക്കുകയും നിക്ഷേപങ്ങൾക്ക് കൂടുതൽ തുക ലഭ്യമാക്കുകയും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രവർത്തികമാക്കുകയാണെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന ട്രാപ്പിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കാനും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഭാവി നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. ഇത് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് പെട്ടെന്ന് തന്നെ റിസൾട്ടുകൾ കണ്ടു തുടങ്ങണമെന്നില്ല. ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ കോൺസിസ്റ്റന്റായി ചെയ്താൽ മാത്രമേ വിചാരിച്ച റിസൾട്ട് കിട്ടുകയുള്ളൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവർക്കും അതിന് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ജീവിതത്തിൽ രക്ഷപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ.